മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 14 വർഷം വനവാസത്തിന് പോയ ശ്രീരാമനും സീതയും ലക്ഷ്മണനും അവരെ തിരിച്ച് നാട്ടിലേക്ക് ക്ഷണിച്ച് രാജ്യഭാരം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഭരതൻ അമ്മമാരോടും സൈനിക ഉദ്യോഗസ്ഥരോടുമെല്ലാം ഒപ്പം കാട്ടിൽ ചെന്ന് രാമനെ കാണുകയും പറയാനുള്ളതെല്ലാം പറയുകയും എന്നാൽ രാമൻ അത് സ്വീകരിച്ച് താൻ തൻ്റെ അച്ഛൻ്റെ നിർദ്ദേശം ശിരസാ വഹിക്കാൻ സർവദാ സന്നദ്ധനാണ്, നീ തന്നെയാണ് രാഷ്ട്രം ഭരിക്കേണ്ടത് എന്നുപദേശിക്കുകയും ആ രാഷ്ട്രഭരണത്തെക്കുറിച്ച് 150 പരം പോയിന്റുകളിലൂടെ ശ്രീരാമൻ ഭരതന് നൽകുന്ന ഉപദേശത്തിന്റെ 2 ഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇത് 3-ാമത്തെ ലാസ്റ്റ് ഭാഗമാണ്. അതില് ശ്രീരാമൻ ഭരതനോട് പറയുന്നു, വേദങ്ങളുടെ പഠനം താല്പര്യമുള്ള എല്ലാവർക്കും നടത്താൻ നീ അവസരമൊരുക്കണം. കൃഷി, ഗോരക്ഷ, നീതിന്യായ വ്യവസ്ഥയിലൂടെ രാഷ്ട്രത്തിന്റെ സമാധാന പാലനം, ഇത് അല്ലയോ ഭരത നീ നടത്തുന്നുണ്ടല്ലോ. ഈ ത്രയീവിദ്യ നീ നടപ്പാക്കുന്നുണ്ടല്ലോ. ബുദ്ധി കൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ നീ സ്വയം പരിശീലിച്ചിട്ടുണ്ടല്ലോ ഭരത. 6 ഗുണങ്ങൾ നിന്റെ കർമ്മമണ്ഡലത്തിൽ എന്നും ഉണ്ടാകുന്നുണ്ടല്ലോ. 6 ഗുണങ്ങൾ: സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈധീഭാവം, കൂടാതെ സമാശ്രയത്വം. ഇതിൽ ശത്രുക്കളുമായി സന്ധിയിലെത്തുന്നത് 1-ാമത്തേത്. സന്ധി എന്ന് പറയുമ്പോൾ ശത്രുക്കളുമായി സന്ധിയിലെത്തുന്നത് 1-ാമത്തെ ഗുണം. അവരുമായി യുദ്ധം ചെയ്തേ തീരുവെങ്കിൽ ആ യുദ്ധത്തിന് വിഗ്രഹം എന്ന് പറയും. അവരെ ശക്തമായി ആക്രമിക്കുന്നതാണ് യാനം. അവസരം കാത്തിരിക്കുന്നത് ആസനം. നീതിയിലൂടെ മുന്നേറുന്നത് ദ്വൈധീഭാവം. തന്നേക്കാൾ ബലവാന്മാരായ രാജാക്കന്മാരുടെ സഹായം സ്വീകരിക്കുന്നത് സമാശ്രയം. ഈ 6 ഗുണങ്ങൾ നിനക്കുണ്ടല്ലോ ഭരത. പ്രകൃതിക്ഷോഭങ്ങളെ നീ കരുതിയിരിക്കുന്നുണ്ടല്ലോ. അഗ്നി കൊണ്ടുള്ള നാശം, പ്രളയനാശം, രോഗം പടർന്നു പിടിച്ചുള്ള നാശം, ക്ഷാമം, മഹാമാരി, ഈ 5 വിധ പ്രകൃതിക്ഷോഭങ്ങളെ നീ എന്നും കരുതിയിരിക്കുന്നുണ്ടല്ലോ ഭരത. മാനുഷീ ബാധകളെയും നീ പ്രതിരോധിക്കുന്നുണ്ടല്ലോ. രാജ്യഭരണത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കഴിവുകേട്, കള്ളന്മാരുടെ ഉപദ്രവം, രാജബന്ധുക്കളുടെ പ്രവർത്തനങ്ങള്, രാജാവ് തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇവയെയാണ് പഞ്ചവിധ മാനുഷീ ബാധകൾ എന്ന് പറയുന്നത്. ശത്രു രാജ്യത്തിലെ സേവകരെയും അപമാനിതരായവരെയും യജമാനന്മാരാൽ ത്യജിക്കപ്പെട്ടവരെയും ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തിയിരിക്കുന്ന സേവകരെയും അങ്ങനെയുള്ളവരിൽ നിന്ന് പ്രയോജനപ്പെടുന്നവരെ രാജാവ് ഇഷ്ടവസ്തുക്കൾ നൽകി രാജ്യകാര്യങ്ങളിൽ എടുക്കണമെന്നത് നീ ചെയ്യുന്നുണ്ടല്ലോ ഭരത. അത് രാജനീതിയാണെന്ന് നിനക്കറിയാമല്ലോ ഭരത. ബാലന്മാർ, വൃദ്ധന്മാർ, ദീർഘകാല രോഗികൾ, സംസ്കാരമില്ലാത്തവർ, ഭീരുക്കൾ, എല്ലാത്തിനെയും ഭയപ്പെടുന്നവരുടെ കൂടെയുള്ളവർ, പിശുക്കന്മാരെയും ഭിക്ഷക്കാരെയും ആശ്രയിച്ച് ജീവിക്കുന്നവർ, മറ്റു രാജ്യത്തിലെ മന്ത്രിമാർ, സേനാപതിമാർ, എന്നും ദുഃഖിക്കുന്നവർ, ആഡംബര സുഖങ്ങളിൽ ഭ്രമിച്ച് ജീവിക്കുന്നവര്, അഭിപ്രായം മാറിക്കൊണ്ടേയിരിക്കുന്നവരും അവരുടെ കൂടെ നടന്ന് ഉപജീവന മാർഗം കണ്ടെത്തുന്നവരും, ദേവനിന്ദയും പണ്ഡിതനിന്ദയും ചെയ്യുന്നവരും, പ്രകൃതിയെ നശിപ്പിക്കുന്നവരും, ഭാഗ്യം വരുമെന്ന് കാത്തിരുന്ന് ഒരു പ്രവൃത്തിയും ചെയ്യാതെ ജീവിക്കുന്നവരും, പരമ ദരിദ്രവാസിയായി ജീവിക്കുന്നവനും, ആരാലും സംരക്ഷിക്കപ്പെടാതെ സൈന്യങ്ങളില്ലാത്ത രാജാവും, സ്വന്തം ദേശത്തിൽ വസിക്കാത്തവരും, ധാരാളം ശത്രുക്കളുള്ളവരും, കാലം അനുകൂലമല്ലാത്തവരും, സത്യധർമ്മങ്ങൾ പാലിക്കാത്തവരും, ഇത്തരത്തിലുള്ള 20 വിഭാഗങ്ങളിൽപ്പെടുന്ന രാജാക്കന്മാരെയും രാജകുലജാതരെയും സഹകരണത്തിലൂടെ വശത്താക്കാൻ അല്ലയോ ഭരത ശ്രമിക്കരുതെന്ന് അറിയാമല്ലോ നിനക്ക്. പ്രകൃതി മണ്ഡലങ്ങളായി കണക്കാക്കുന്ന 7 പ്രകൃതി മണ്ഡലങ്ങളായി കണക്കാക്കുന്ന 7 രാജാവ്, മന്ത്രി, സുഹൃത്ത്, ഖജനാവ്, രാഷ്ട്രം, കോട്ട, സേന, ഈ 7 രാഷ്ട്രത്തിന്റെ അവയവങ്ങളാണെന്ന് അറിഞ്ഞാണല്ലോ ഭരത നീ രാഷ്ട്രം ഭരിക്കുന്നത്.
നിന്റെ യാത്രയും ശത്രുവുമായുള്ള ആക്രമണ സംവിധാനങ്ങളും നീ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ ഭരത. സേനാവിന്യാസം, വ്യൂഹരചന, വിവിധ സൈന്യങ്ങൾ, ഇവയുടെയെല്ലാം സ്ഥിതിഗതികൾ നീ നിരന്തരം വിലയിരുത്തുന്നുണ്ടല്ലോ ഭരത. സന്ധി വേണ്ടിയിടത്ത് സന്ധിയും യുദ്ധം വേണ്ടിയിടത്ത് യുദ്ധവും എല്ലാം വസ്തുതാപരമായി തന്നെ അറിഞ്ഞുകൊണ്ടാണല്ലോ ഭരത നീ രാഷ്ട്രത്തെ മുമ്പോട്ട് നയിക്കുന്നത്. നന്മയുള്ളവരെ സ്വന്തം പക്ഷത്ത് നിലനിർത്തിയും തിന്മയുള്ളവരെ ത്യജിച്ചും നല്ല ഗുണങ്ങളെ സ്വാംശീകരിച്ചും തിന്മകളെ തിരസ്കരിച്ചുമാണല്ലോ ഭരത നീ ഭരണചക്രം തിരിക്കുന്നത്. വിദ്വാനായ ഭരത, നീതിശാസ്ത്രം നിഷ്കർഷിക്കുന്നത് പോലെ 3 or 4 മന്ത്രിമാരെ ഒരുമിച്ചായോ ഒറ്റയ്ക്കായോ ചേർത്ത് ഓരോ കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടാണല്ലോ നീ ഓരോ തീരുമാനവും എടുക്കുന്നത്. വേദാന്തർഗത സന്ദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണല്ലോ ഭരത ധന്യമായ ഭരണം നീ നടത്തുന്നത്. നീ ലക്ഷ്യമിടുന്നതും ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടുന്നുണ്ടല്ലോ ഭരത. ദേശത്തിലെ സ്ത്രീകളെല്ലാം സൗഭാഗ്യവതികളും സന്താന സൗഭാഗ്യമുള്ളവരും ഭരണത്തിൽ സംതൃപ്തരുമാണല്ലോ ഭരത. നിന്റെ ധർമ്മശാസ്ത്രജ്ഞാനത്തിൽ നീ വിനയാൻവിതനും നന്മ നിറഞ്ഞവനും ഗുണസമ്പുഷ്ടനുമായി സഫലമായി ജീവിതമാണല്ലോ നീ നയിക്കുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം നിന്റെ ബുദ്ധിക്ക് നിരക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഞാൻ പറഞ്ഞതെല്ലാം ആയുരാരോഗ്യ സൗഖ്യത്തിനും ധർമാർത്ഥ കാമങ്ങളുടെ പൂർത്തീകരണത്തിനുമുള്ളതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലോ ഭരത. നമ്മുടെ പിതാവും പിതാമഹന്മാരും ഏത് മഹത്തായ പന്ഥാവിലൂടെയാണോ ചരിച്ച് ശ്രേയസ്കരമായ ജീവിതം നയിച്ചത്, അത് നിനക്കും മാർഗദർശകമാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഭരത. രഘുനന്ദന, സ്വാദിഷ്ടമായ ഭക്ഷണം നീ ഒരിക്കലും ഒറ്റയ്ക്ക് ഭക്ഷിക്കുന്നില്ലല്ലോ. അത്തരത്തിലുള്ള ഭക്ഷണത്തിൽ താല്പര്യമുള്ളവർക്കും നീ അത് പങ്കുവയ്ക്കുന്നുണ്ടല്ലോ ഭരത. അല്ലയോ ഭരത, ധാർമ്മികമായി ഞാൻ വിവരിച്ച കാര്യങ്ങളുടെയും കാരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ രാജ്യഭാരം നടത്തുന്നവർ രാജ്യത്തെ തന്റെ അധികാരത്തിൽ ധന്യമായി നിലനിർത്തി കാലം തികയുമ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് സ്വർഗലോകത്തിലെത്തുന്നു എന്ന് നീ അറിയണം ഭരത. ഈ നടന്നതിൻ്റെ എല്ലാം പിന്നിൽ എൻ്റെ ചെറിയമ്മയോ എൻ്റെ പിതാവോ അല്ല കാരണക്കാർ. അവരിലൂടെ വിധി ദൈവേച്ഛ പ്രവർത്തിച്ചതാണെന്ന് നീ വ്യക്തമായിട്ട് അറിയുന്നുണ്ടല്ലോ ഭരത. പ്രകൃതിയുടെ ഈശ്വരന്റെ മായാവിലാസമാണിതെല്ലാം എന്ന് എനിക്ക് അറിയാവുന്നതുപോലെ അല്ലയോ ഭരത, നീയും ഇതറിയണം. ഇതൊന്നും നിന്നെ വേദനിപ്പിക്കാനല്ല, നിന്നെ വേദനിപ്പിക്കരുത്. ധന്യമായ ഈ ലോകം ധന്യമായി ഭരിച്ച് ധന്യമായ ജീവിതം നയിക്കാൻ നിനക്ക് ഈ വംശത്തിലെ ഋഷിമാരും രാജാക്കന്മാരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശരിക്ക് ജ്യേഷ്ഠ സഹോദരനായ ശ്രീരാമൻ ഭരതന് ഉപദേശം നൽകുന്നത്. ഈ ഭരതോപദേശം ത്രേതായുഗത്തിൽ നൽകിയതാണ് എന്ന് നാം അറിയണം. അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയതാണ് എന്ന് നാം അറിയണം. ഈ ഭരതോപദേശത്തിലെ ഓരോ വരിയും 21ാം നൂറ്റാണ്ടിലെ ഓരോ ഭരണാധികാരിക്കും അനുയോജ്യമാണെന്നുകൂടി നാം അറിയണം. ഇതില് ആത്മീയതയില്ല, മതമില്ല, സ്വർഗനരകങ്ങളെക്കുറിച്ച് പറയണില്ല, പാപപുണ്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ഒരു രാഷ്ട്രത്തിന്റെ ഭരണത്തെക്കുറിച്ച് അവതാരമായ ശ്രീരാമൻ രാഷ്ട്രം ഭരിക്കാൻ പോകുന്ന രാജ, പദവിയിലിരിക്കാൻ പോകുന്ന സ്വന്തം അനുജൻ ഭരതനോട് ഉപദേശിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ ലോകത്തിനും ഏറ്റവും അനുയോജ്യമാണെന്ന് അറിയുമ്പോഴാണ് വാൽമീകി രാമായണത്തിന്റെ മഹത്വം നമുക്ക് അറിയാനും മറ്റുള്ളവരെ അറിയിക്കാനും സാധിക്കുന്നത് എന്ന് ഓർമ്മയിരിക്കട്ടെ. പ്രണാമം, നമസ്കാരം.